എടാ സച്ചി, നീ എണീച്ചില്ലേ? എണീക്ക്, നമുക്ക് പോകണ്ട സ്റ്റേ. 7 മണിയായി, നമ്മൾ അവിടെ എത്തണ്ടേ? ഒരുപാട് കാഴ്ചകൾ കാണാല്ലേ? എണീക്ക് സ്റ്റേ, വേഗം. ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഇന്നിപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് ഹത്ത എന്ന് പറഞ്ഞാൽ ദുബായിയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് UAE ഏറ്റവും അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പം അവിടുത്തെ ഡാം, പിന്നെ അവിടെ കുറച്ചൊരു കുളിക്കാനും നാട്ടിലെ പോലെ കുളിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എന്തായാലും നല്ല നല്ല വീഡിയോസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല ഷോർട്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാം. എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേമാതിരി ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിൽക്കിയാൽ അടുത്തുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷാദ്. ഹത്തയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചെറിയൊരു ചൂടുള്ളൂ ഇന്ന്, വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച കൊണ്ട് റോഡൊക്കെ ഒരു കാലിയാണ്. അപ്പോൾ ആരും അങ്ങോട്ട് പോകണമെന്ന് കാണുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ല നിങ്ങൾ? ജസ്റ്റ് അടിപൊളി കാഴ്ചകളാണ്. 2 മലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കാലിയായിട്ട് പോവുക, ഒരു ഫ്രീ ഡ്രൈവായിട്ട് പോകുന്നൊക്കെ പറയുന്നത് നല്ല രസമല്ലേ? എന്തായാലും അവിടേക്കുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓടിച്ച് ഹത്തയുടെ ഡാമല്ല, ഹത്തയുടെ ചെറിയൊരു ഡാം, വലിയ ഡാം അപ്പുറത്തുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾ നോക്കിയാൽ അടിപൊളിയല്ലേ? നമ്മൾ ഈ വഴി കേട്ടോ വന്നത്. നല്ലൊരു രസമായിട്ടുള്ള കാഴ്ചകൾ. അവിടെ കുറച്ച് ഗ്രീനിഷ്, ഇപ്പുറത്തൊരു കുറച്ച് മൗണ്ടൻസ്. പിന്നെ അവിടെയാണ് ഒരു പവർ പ്ലാന്റ് ഉള്ളത്. ഈ ഡാമിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ്, പവർ പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം കുറച്ച് വെയിലുണ്ടെങ്കിലും ഈ ഒരു ജൂൺ ജൂലൈ എന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണ്. പക്ഷേ വെയിലുണ്ടെങ്കിലും നമുക്കത് ഫീൽ ആവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റിന് നല്ല സുഖമുള്ള കാറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ ചൂട് ഫീൽ ആവുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നോക്കിക്കാനും ഒരു മൂഡാണ്. നമ്മൾ ഈ ഒരു ഇവിടെയുള്ള ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കുളി ഇടണം. ഒരു സീക്രട്ട് പൂൾ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പൂളുണ്ട് ഇവിടെ. അതൊന്ന് കണ്ടുപിടിക്കണം. അവിടെ പോയിട്ടൊരു ചെറിയ കുളി ഇടണം. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ എന്തായാലും അടിപൊളിയാണ്. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. ആരില്ല കേട്ടോ, തൊട്ടടുത്തൊന്നും ആരില്ല. സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. ഇനി നമ്മൾ വലിയ ഡാമിലേക്ക് പോകണം. അതേമാതിരി ഞാൻ പറഞ്ഞ സീക്രട്ട് പൂളും കാണണം, ഒന്ന് കുളിക്കണം. കാണാം.
ഗൈസ്, അപ്പോൾ നമ്മളെ ഹത്തയുടെ മെയിൻ ഡാമിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഹത്തയുടെ മെയിൻ ഡാം. അവിടെ കുറച്ച് കയാക്കിങ്ങും അതേപോലെ ഒരു പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ഒരു പെഡൽ ബോട്ട് എടുക്കാൻ തീരുമാനിച്ചു. കയാക്കിങ് ആയാലും ഇൻട്രസ്റ്റ്, പക്ഷേ പെഡൽ ബോട്ട് ആകുമ്പോൾ എല്ലാവരും ചവിട്ടിയാൽ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ കയാക്കിങ് സ്കിപ്പ് ചെയ്ത് നമ്മൾ പെഡൽ ബോട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. പെഡൽ ബോട്ട് എടുത്തിട്ട് കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും ഇതിൻ്റെ കുറച്ച് ഡ്രോൺ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല ചൂടായി തുടങ്ങി കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം ചൂടുണ്ട്, അവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ വലിയ ചൂടില്ലെങ്കിലും. അപ്പോൾ നമ്മൾ ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. പെഡൽ ഇന്ന് ഒരു ദിവസം 3 മണിക്കൂർ അവർ അലൗഡ് ചെയ്തിട്ടുണ്ട്. 150 ഉള്ളൂ. 150ക്ക് 3 ഹവേഴ്സാണ് തന്നിരിക്കുന്നത്. 3 പെഡലുള്ള ഒരു ബോട്ടാണ്. ഇതേപോലെ ടിക്കറ്റ് ഒരു കാർഡ് രീതിയിലാണ്. ഇതെന്താ 15 യെല്ലോ ബോട്ട്സ്, ആ നമ്പറാണ്, ബോട്ട് നമ്പർ ആയിരിക്കും യെല്ലോ 50. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായി. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഫുൾ എക്യുപ്ഡായിട്ട് ഇതാ നമ്മുടെ ഒരു ബോട്ട് എടുത്തിട്ടുണ്ട്, 3 പെഡൽ ബോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കയറിയിട്ടുണ്ട്. ഇതാ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാണ്. നമ്മുടെ കാഴ്ചകളിലേക്കാണ് അങ്ങനെ പോകണം. എങ്ങനെയുണ്ട്? റിസ്ക് ആണോ ബൈ? അല്ല, ഇതേ ഞാൻ നിങ്ങളെ 2 പേരെ പരിചയപ്പെടുത്താൻ മറന്നു വെച്ചിട്ടുണ്ട്. ഒന്ന് അലന്, ഒന്ന് സജി, നമ്മുടെ ഫ്രണ്ടാണ്, കൂടെ വർക്ക് ചെയ്തതാണ്. ഇതാണ് സജി. എങ്ങനെയുള്ള ഓടിക്കാൻ? എങ്ങനെയുണ്ട്? നൈസാണോ? ഇടിക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണം, കൂട്ടിയിടിച്ചിട്ട്. ഇത് അലൻ, എന്താ ഫീല്? ചൂടുണ്ടാ? എൻജോയ് ചെയ്യുന്നുണ്ടാ? എങ്ങനെയാ? റിസ്ക് ഭയങ്കര ടൈറ്റാണോ? 3 മണിക്കൂറുണ്ട്, ഇപ്പോഴേ ഓടിച്ച് കുഴങ്ങാൻ നിൽക്കണ്ട. അടിപൊളി ഫീലാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല സുഖമായിട്ട് രസമായിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട്. ഞാൻ റിലാക്സ്ഡ് ആണ്. എന്താ വെച്ചാൽ അവർ 2 ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ റിലാക്സ് ചെയ്ത് ബാക്കിലിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഓടിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. എനിക്കാണല്ലോ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത്. പൊളി ഫീലാണ്. ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്ത് നിൽക്കാറ്, എന്നാലും പറയണ്ട. അടിപൊളിയാണ്, നല്ല ഫീലിംഗ്. ആ ചൂടുണ്ടെങ്കിലും നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ റിലാക്സ് ഉണ്ട്. കണ്ടോ, ഫുൾ മലകൾക്കിടയിൽ അടിപൊളി. കണ്ടോ, ഫുൾ മലകൾക്കിടയിലാണ് നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. 1 മണിക്കൂറേ നോർമലി ഉണ്ടാവുള്ളൂ. 3 മണിക്കൂർ ടൈം വന്നുകൊണ്ട് തന്നെ ഈ ഡാമിൻ്റെ നടുവിൽ എവിടെയോ ഒന്ന് കൊണ്ടുപോയിട്ടിട്ട് റിലാക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്, അടുപ്പൊന്നും ഒരു വിറക് പോലെ ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം എന്താവും എന്നുള്ള 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഹത്തയിൽ വരാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരുപാട് അവിടെ റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ആരുമില്ല കേട്ടോ, ആരുമില്ല, ഫ്രീ ആണ്. ഉച്ചയ്ക്കാണ്, പിന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നത് മൊത്തം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുക, എല്ലാത്തിനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്. അവിടെ ഫുഡ് ട്രക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം.
വെറുതെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും അതേമാതിരി കയാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വന്നിരിക്കണം, ഇവിടെ വന്നിരിക്കുക. എന്തായാലും നമ്മൾ അടുത്ത ഒരു ഹിഡൻ എന്താ പറയുക സീക്രട്ട് പൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് തപ്പിപ്പോണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ കണ്ടെത്തി അവസാനം ഇതാ നമ്മുടെ സീക്രട്ട് പൂൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല മലകളുടെ ഒക്കെ ഇടയിലായിട്ടാണ് സീക്രട്ട് പൂൾ. നമ്മൾ ചാടാൻ പോകണം, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാ കാണിച്ചു തരട്ടോ നിങ്ങൾക്ക്. പൂളിയൊക്കെ കുളിച്ച് റിലാക്സ് ചെയ്ത് നിൽക്കണുണ്ടോ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുളിച്ചീനും കാണാം, അതേമാതിരി റിലാക്സ് ചെയ്യാം. ഇത്രയും വെയിൽ കൊണ്ടതിൻ്റെ ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ നല്ല കൂളാണ് വെള്ളത്തിന്, അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്തിരിക്കും. സച്ചി എങ്ങനെ ഫീൽ? ഓ അടിപൊളി, പൊളിച്ചില്ല. നൈസ് പൂളാണ്, അടിപൊളി. എല്ലാവരും കുളിക്കുന്ന കണ്ടില്ലേ, എൻജോയ് ചെയ്യുക. ഇവിടെ ഹത്തൽ വരെ പൊളിച്ചെടുക്കാം. ഇവിടെ ചൂടുണ്ടെങ്കിൽ അവിടെ പൊരിഞ്ഞ തണുപ്പാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ ആരില്ലേനും, പക്ഷേ ഇപ്പം ഫുള്ളായി മരുഭൂമി, ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ചുറ്റോട് തണുത്ത വെള്ളം. യു മസ്റ്റ് കം ആൻഡ് ട്രൈ ദിസ്. എന്താ സാർ ചെയ്തത് അവിടെ ഇരിക്കുമ്പോഴുള്ള ഫീലിംഗ്? അടിപൊളി മോനെ. എത്രത്തോളം ചെയ്ത്? ആഴ്ചയിൽ 7 ദിവസം 6 ദിവസം വർക്ക് ചെയ്യുമ്പോൾ റിലാക്സേഷൻ വരുന്ന ഒരു അടിപൊളി സ്പോട്ട്. അടിപൊളി. പേരെന്താ? എൻ്റെ പേരെന്താ? അലിയോ? അയ്യോടെ നാട്ടില് അലി നസീം അസീം. എങ്ങനെ അടിപൊളി കൊളാണോ? അടിപൊളി കൊളാണോ? തണുപ്പുണ്ടോ? തപ്പുണ്ട് അല്ലേ? പൊളിച്ചാ അടിച്ചാളന്നത്. നമ്മളെ ഇവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ഫാമിലി ഉണ്ട്, നല്ല വൈബാണ്. ഇവർ എല്ലാവരും കൂടി വന്നാണ്. നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഇവിടെ ഞങ്ങൾ ദുബായിലാണല്ലേ? നിങ്ങൾ നാട്ടിലെവിടെയാണ്? നാട്ടിലെ തിരൂര് പുത്തനത്താണി പാർക്കൽ. അപ്പൊ ഒന്ന് ഓഫായപ്പോ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതല്ലേ? എല്ലാവരും ഉണ്ടല്ലോ, ഫുൾ സെറ്റ് ആണല്ലോ. അതെ പൊളിച്ചെടുക്കാട്ടോ. അവര് വന്നപ്പോ മുതൽ നമ്മളെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇവനാണല്ലേ? ഇവൻ ഭയങ്കര സ്മാർട്ടാട്ടോ, അടിപൊളിയായിട്ട് നീന്തുന്നുണ്ട് അല്ലേ? എങ്ങനെ പൊളിച്ചോ നീ? എൻജോയ് ചെയ്തോ? തംസപ്പ് പണിക്ക് അടിച്ചു പൊളിച്ച്. അപ്പൊ നിങ്ങളെ പേരെല്ലാരും പറഞ്ഞ? എന്താ പേര്? രണ്ടത്താണിയാണ്. ആ ശരി. ഫാമിലി ആയിട്ടാണ്. ആ ഇവിടെ ബിസിനസ്സാ? എന്താണ്? ഞാനൊരു കമ്പനിയിൽ വർക്ക്. ആ അപ്പൊ വിസിറ്റിങ്ങിന് വന്നാ അങ്ങനെ എല്ലാരും ഇവിടെ? പേരെന്താ നിങ്ങളെ? പേരെന്താ? ആസിഫ് അലി. സിനിമ നടനാണോ? ഏകദേശം. പക്ഷെ നമ്മളെ ഒരു അല്ല, ഞാൻ ഏകദേശം പറഞ്ഞേ, മറ്റേ ഫുഡ് റിവ്യൂ ചെയ്യുന്ന ഒരു പുളി, മറ്റേ നമ്മളെ അസറിന്റെ ഒരു ലുക്കില്ലേ, ക്ലീൻ ഷേവ് അടിച്ചാല് ഏകദേശം. എന്തായാലും അടിപൊളി. നിങ്ങളെ പേരെന്താ? എന്താ പേര്? പേരെന്താ? ഇതാരാണ് ചെറിയ ആള്? ഹലോ, ഹായ് പറ. എല്ലാരും ഹാപ്പി ആയിട്ടാണ്. എന്താ പേര്? ഇതിനെ നമ്മൾ പരിചയപ്പെടുത്തി. ഇതാരാ? പേരെന്താ? നിങ്ങളെല്ലാരും ഇവിടെ പഠിക്കാം? എന്താ വിസിറ്റാണോ? പേര് ഹബീബ് റഹ്മാൻ. ഹബീബ്. ഞങ്ങളെ പരിചയപ്പെടുത്തി. എന്താ പേര്? അനസ്. ഓക്കെ, ഫാത്തിമ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. എന്തായാലും ഇവിടെ വരാം, നിങ്ങൾ അടിച്ചു പൊളിക്കുക. നിങ്ങൾ എല്ലാവരും ഹാപ്പി എന്നല്ലേ? ഒരു തണുത്ത കുളത്തിൽ കുളിക്കാറുള്ള നാട്ടിലത്തെ ഒരു ഫീലല്ലേ? അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ സീക്രട്ട് പൂളും കാര്യങ്ങളൊക്കെ. നിങ്ങൾ വരിക, അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. നല്ല രസമാണ്. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ മാപ്പ് ഇട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ നോക്കിയാൽ അടുത്തുള്ളൊരു വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ. റിഷാദ്.